स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। खिली है कलियां, सजे हैं द्वार, खिली है कलियां, सजे हैं। ओम शांति। ओम शांति। सभी ने नहीं बोला, जोर से എല്ലാവരും പറഞ്ഞില്ല ഓം ശാന്തി എന്ന്. ओम शांति। ओम शांति। ओम शांति। ओम शांति शब्द में बहुत पॉजिटिव एनर्जी है। ഓം ശാന്തി ശബ്ദത്തിൽ ഒരുപാട് പോസിറ്റീവായ ശക്തിയുണ്ട്, ഊർജ്ജമുണ്ട്. आप सभी को अपना स्टूडेंट लाइफ याद आया? നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം ഓർമ്മ വന്നോ? हाँ, सभी बिजी है लिखने में। എല്ലാവരും എഴുതുന്നു കണ്ടല്ലോ, ബിസി ആയിരുന്നല്ലോ. हाँ, फिर हम आपको डिस्टर्ब कर रहे हैं। അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിയോ എന്ന്. हाँ, नहीं, आपको अच्छा लग रहा है ऐसा लिखना? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്നത് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടമാണോ? हाँ, ओके। अभी बहुत बड़ा जिम्मेवारी है, क्योंकि आप बाप दादा को, परमात्मा शिव को ऑलमाइटी अथॉरिटी से प्रॉमिस कर रहे हैं। നിങ്ങൾക്കിത് വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ഇത് വെറുതെ ഒരു പേപ്പറിൽ എഴുതിയതല്ല. ആരോടാണ്? ശിവബാബ, ഓൾമൈറ്റി അതോറിറ്റി, ഇത്രയും വലിയ പരമപിതാവ്, ആ പിതാവിനാണ് നിങ്ങളിത് എഴുതി കൊടുത്തത്. ഏറ്റവും വലിയ അധികാരിക്കാണ് എഴുതി കൊടുത്തത് പ്രതിജ്ഞ. तो जो लिख के दिया है वो प्रैक्टिस करेंगे ना? നിങ്ങൾ എന്താണോ ഇവിടെ ബാബയ്ക്ക് എഴുതി കൊടുക്കുന്നത് അത് അഭ്യസിക്കുമല്ലോ എല്ലാവരും. हाँ, इसलिए वो प्रॉमिस का पेपर आपको संभाल के रखना है। അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലൊരു പ്രതിജ്ഞ തന്നല്ലോ, ആ പേപ്പർ അത് സൂക്ഷിച്ചു വെക്കണം. ഇത് ഞാൻ എടുത്ത പ്രതിജ്ഞയാണ്. रोज उसको देखना है। ദിവസേന നിങ്ങളത് നോക്കണം, വായിച്ചു നോക്കണം. एक एक प्रॉमिस को जीवन में धारण करने के लिए, सपोज 9 प्रॉमिसेस है, एक एक प्रॉमिस को धारण करने के लिए हम 1 वीक का टाइम लेना है. അതായത് അതിൽ 9 എണ്ണം ഉണ്ട്. അതിൽ ഓരോരോ പ്രതിജ്ഞയും ധാരണ ചെയ്യാൻ നിങ്ങൾ ദിവസങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരാഴ്ച ഒരു പ്രതിജ്ഞ വെച്ച് നിങ്ങൾ ധാരണ ചെയ്യണം. आपको चाहिए या नहीं चाहिए? मुझे तो चाहिए टाइम. അതിന് സമയം വേണ്ടേ? ഈ ഓരോ പ്രതിജ്ഞയും നമ്മുടെ ഉള്ളിൽ ധാരണ ചെയ്യാൻ സമയം വേണം. നിങ്ങൾക്ക് സമയം വേണോ വേണ്ടേ? അപ്പോൾ ബെഹൻജി പറയണേ, ബെഹൻജിക്ക് സമയം വേണോ? हाँ, अभी जैसे फॉर एग्जाम्पल बाबा ने बोला है पर चिंतन नहीं करना है. അപ്പോൾ അതിലൊരു ഉദാഹരണം, പരചിന്തൻ പാടില്ല. ठीक है? അപ്പോൾ അത് हाँ, ചെയ്യോ ठीक നിങ്ങൾ? है, അത് ശരിയാണോ? ठीक है. पर चिंतन माना क्या? എന്താണ് ഈ പരചിന്ത എന്ന് വെച്ചാൽ? हाँ, बोलिए बोलिए, हाँ बोलो, क्या बोल रहे हैं? എന്താണ് പരചിന്ത എന്ന് വെച്ചാൽ? दूसरों के प्रति सोचना. सोचना, बोलना, सुनना. മറ്റുള്ളവരെ പറ്റി കേൾക്കുക, പറയുക, ചിന്തിക്കുക എല്ലാം. और हमारे पास्ट के बारे में चिंतन चले. ഇനി നമ്മളുടെയും കഴിഞ്ഞ കാലം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ
वो भी परचिंतन है या क्या है? അതും പരചിന്തയാണോ അല്ലേ വേറെന്താ? हाँ, परचिंतन है, അതും क्योंकि പരചിന്തയാണ്. जो हो गया वो हो गया, ड्रामा. हाँ, കാരണം എന്താണോ കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞു, അത് ഡ്രാമയാണ്. तो अभी इसमें पहले हमें लिस्ट निकालना है. मुझे सारे दिन में दूसरों का संकल्प कितना चलता है, क्यों चलता है. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കണം, അത് ചെക്ക് ചെയ്യണം. അതായത് മുഴുവൻ ദിവസവും എനിക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം ഉണ്ട്, ആ ഒരൊറ്റ സബ്ജക്റ്റിൻ്റെ. फिर उसको स्टॉप करने के लिए ओके, किसी का भी चिंतन नहीं चलना, पास्ट का चिंतन नहीं चलना. अभी फॉर एग्जाम्पल मैं कुछ अटेंशन दे रही हूँ, अभी फुल सक्सेसफुल नहीं है लेकिन अटेंशन दे रही हूँ कि मुझे पास्ट की कोई भी बात याद नहीं आवे. അതായത് ഒന്ന്, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. രണ്ട്, എൻ്റെ കഴിഞ്ഞകാല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ Okay. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയാണ്, ദീദി പറയാണ്, അതായത് എൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ചിന്തിക്കേണ്ടെന്ന് തീരുമാനം എടുത്താൽ പോരെ, അതിന് ഞാൻ എടുക്കേണ്ട ധാരണ എന്താണ്? अभी कभी कभी याद आता है, हाँ, याद आता है, दूसरे का भी संकल्प आता है, ये ऐसा क्यों कर रहा है, इसको ऐसा नहीं करना चाहिए. फिर कभी कभी मुझे पास्ट याद आता है, देखो 2 दिन पहले ऐसा हुआ, तो मैं अटेंशन देती हूँ. मेरा बहुत अटेंशन है नो पास्ट. तो मैं तुरंत फुल नो 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 अपने से बात करके नो करके अपने संकल्पों को दूसरे रास्ते में लेके जाती हूँ. ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഞാൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്ത വന്നാൽ ഞാൻ അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ബഹിഞ്ചി ചെയ്യുന്ന പുരുഷ വരാതിരിക്കില്ല, ചിലപ്പം വരും. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് 2 ദിവസം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഏതെങ്കിലും കാര്യം, ആവശ്യമുള്ള കാര്യം, ഗുണപരമായ കാര്യം ചിന്തിക്കുന്നതിലേക്ക് അതിനെ മാറ്റണം. फिर मैं ये सोचना शुरू करती हूँ, आज बाबा ने मुरली में क्या बोला, आज का वरदान क्या था, आज का अव्यक्त इशारा क्या था, हाँ, संडे की अव्यक्त मुरली में बाबा ने क्या बोला, ये क्लास में मैंने क्या सुना. और फिर मुझे सेवा के लिए, सेंटर के लिए मेरा जो रिस्पॉन्सिबिलिटीज़ है, नहीं देखो अभी आज शाम को ये करना है, तो माइंड को बिजी करना, टर्न करना, तभी हम पास्ट को स्टॉप कर सकेंगे. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ വേറെ എന്തിലേക്കാണ് ഡൈവേർട്ട് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്, മുരളിയുടെ ചിന്തയിലേക്ക് മാറ്റാം. ഇന്നത്തെ വരദാനം എന്തായിരുന്നു, ഇന്നത്തെ മുരളിത്തെ മെയിൻ പോയിൻ്റ് എന്തായിരുന്നു, ഇന്നത്തെ സ്ലോഗൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അവ്യക്ത മുരളിത്തെ പോയിൻറ്റ്സ് എന്താണ്, അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ ടേൺ ചെയ്യണം. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നും ഞാൻ വേറെ നല്ല കാര്യങ്ങൾ എന്താണ് മുരളി, അതിലേക്ക് ചിന്ത മാറ്റണം. कई बार क्या करते हैं हम, फुल स्टॉप, नो बाबा ने बोला ये सब चिंता, ये सब नहीं करना है, लेकिन फिर हम माइंड को पॉजिटिव थिंकिंग में लेकर जाना है, तभी हम सक्सेसफुल होंगे. അതായത് ഇപ്പോൾ വരുന്നത് എന്തായാലും ആവശ്യമില്ലാത്ത കാര്യമാണ്, അല്ലേ? അതൊരു പക്ഷേ നെഗറ്റീവും ആയിരിക്കാം. അതിനെ ഞാൻ പോസിറ്റീവാക്കി മാറ്റണം. അതിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ ആ ശ്രമം നമ്മൾ നടത്തണം, ആ ഒരു പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. वो हम करते हैं, അത് നമ്മൾ ചെയ്യാറുണ്ടോ? करते हैं, बोलिए. ചെയ്യാറുണ്ടോ? നിങ്ങൾ മാറ്റം കൊണ്ടുവരണം, ഇതിനെ അതിലേക്ക് മാറ്റണം. അത് ചെയ്യാറുണ്ടോ? പറയൂ, ഉത്തരം പറയൂ. हाँ, करते हैं.
हाँ हमेशा सेकंड में फुल स्टॉप लगा सकते हैं. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എപ്പോഴും നിങ്ങളിങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ടോ? ഇത് വേണ്ട, ഇത് മതി, നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് മതി, അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ടോ എന്ന് ചോദിക്കുക. तो सभी ये प्रॉमिस को जल्दी पूरा करेंगे ना? हाँ അപ്പോൾ ഇത്രയും പ്രോമിസ്, ഇത്രയും പ്രതിജ്ഞ നിങ്ങൾക്ക് തന്നു ബാബ. ഇത് പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾ ധാരണ ചെയ്ത് പൂർത്തിയാക്കുമല്ലോ. तो मैंने जो बोला 1 प्रॉमिस के लिए 1 वीक अटेंशन देना है. तो 1 वीक 1 पॉइंट, फिर नेक्स्ट वीक आपको 1 वीक चाहिए, 10 डेज चाहिए, जो भी टाइम आपको चाहिए. फिर सेकंड पॉइंट का प्रॉमिस पर अटेंशन देंगे तो फर्स्ट पॉइंट भी कंटिन्यू होना चाहिए. അതായത് ഇപ്പോൾ ബഹിൻജി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു പ്രതിജ്ഞ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരാഴ്ച എടുക്കണം. അത് ആ ഒരാഴ്ച അതിലേക്ക് ശ്രദ്ധിച്ച് അതിനെ മാറ്റിയെടുത്ത് അടുത്ത ആഴ്ച അടുത്തയിലേക്ക് പോകുമല്ലോ. പക്ഷെ അപ്പോൾ ഇത് വിട്ടുകളയാൻ പാടില്ല, വീണ്ടും പരചിന്ത തുടങ്ങാൻ പാടില്ല. ആ പരചിന്ത എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ओके, आज हम बाबा को प्रॉमिस लिख के देंगे. कितने दिनों में इसकी धारणा करेंगे? അപ്പം ഇന്ന് നമ്മൾ ബാബയ്ക്ക് പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഞാൻ ഇത് ധാരണ ചെയ്യും എന്നും കൂടെ നോക്കണം. वो संकल्प भी करना चाहिए ना हमको. നമ്മൾ അതിൻ്റെ സങ്കല്പം എടുക്കണ്ടേ? ദൃഢസങ്കല്പം. ठीक है, तो वो भी आप मन में रखिए और आपके पास जो प्रॉमिस का पेपर होगा उस पे आप लिखिए, मैं ये सब प्रॉमिस 1 मंथ में 2 मंथ्स में प्रैक्टिकल धारणा करके बाबा को रिजल्ट दूंगी. എല്ലാവരുടെ കയ്യിലും പ്രതിജ്ഞാപത്രം കിട്ടിയല്ലോ അല്ലേ? അപ്പം അത് അതിൽ നിങ്ങൾ എഴുതണം, ഞാൻ ബാബയ്ക്ക് ഇത് എഴുതിയിട്ടുണ്ട്, ഇത് പ്രതിജ്ഞ എഴുതിയിട്ടുണ്ട്, ഈ വാചകങ്ങൾ, ഈ ധാരണ ഞാൻ ഒന്നില്ലെങ്കിൽ 1 മാസം കൊണ്ട് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഞാൻ ഇത് ചെയ്ത് തീർക്കും എന്ന് മനസ്സിലത് എഴുതി വയ്ക്കുക. അതിൽ എഴുതണം, നിങ്ങൾക്ക് തന്ന പേപ്പറിൽ എഴുതണം. മറ്റേ പേപ്പറാണ് ഇവിടെ ഇടേണ്ടത്. समझ में आया सभी को? समझ में आया? जिनको समझ में आया हाथ उठाइए. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായവർ കൈ ഉയർത്താൻ. किसी को कुछ डाउट है, कुछ क्वेश्चन है तो पूछिए. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. पूछेंगे तभी तो धारण करेंगे ना. ചോദിച്ചാലല്ലേ, എന്തെങ്കിലും സംശയമൊക്കെ തോന്നിയാലല്ലേ അത് ധാരണ ചെയ്യാൻ പറ്റുള്ളൂ. करेक्ट है, करेक्ट है, वेरी गुड. हाँ, तो आप सभी को बाबा कितना मार्क्स देगा? നിങ്ങൾക്ക് എല്ലാവർക്കും ബാബ എത്ര മാർക്ക് തരും? हाँ, सो त्रिवेंद्रम सेंटर के कनेक्टेड सभी भाई बहनों को बाबा कितना मार्क्स देगा? कौन सा नंबर देगा? 1 नंबर, फर्स्ट नंबर? തിരുവനന്തപുരം സെൻറ്ററിൻ്റെ ബന്ധപ്പെട്ട എല്ലാ സെൻറ്ററുകൾക്കും ബാബ എത്ര മാർക്ക് കൊടുക്കും? ഫസ്റ്റ് നമ്പർ 1 മാർക്ക് കൊടുക്കൂ. सभी को नंबर 1 आना है. എല്ലാവർക്കും നമ്പർ 1 വരണോ? हाँ आना है. हाँ 100% मार्क्स लेना है. 100% മാർക്ക് വാങ്ങണ്ടേ? तो वर्ष वर्ष रक्षाबंधन आता है, फिर बाबा हमको राखी बांधता है. എല്ലാ വർഷവും രക്ഷാബന്ധനം വരുന്നു, ബാബ നമുക്ക് രക്ഷാബന്ധനം കെട്ടിത്തരുന്നു. इस ईयर डिफरेंट है ना? അപ്പോൾ ഈ വർഷം കുറച്ച് വ്യത്യസ്തമല്ലേ? हाँ डिफरेंट करेंगे ना. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുമല്ലോ. हाँ, इसके साथ बाबा ने हमें स्पेशल स्टडी करने के लिए, हाँ अगस्त मास रक्षाबंधन हमें पवित्रता के सब्जेक्ट को अंडरलाइन कराता है. അപ്പോൾ ഈ വർഷം ഈ മാസം ആഗസ്റ്റ് മാസം ബാബ പവിത്രത നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടി ഡബിൾ വരയിടുകയാണ്, അണ്ടർലൈൻ ചെയ്യുകയാണ്. हम सभी बाबा के बच्चे सभी पवित्रता ब्रह्मचर्य व्रत को फॉलो करने वाले बाबा के पक्के पक्के ब्राह्मण बच्चे हैं.
നമ്മളെല്ലാ ബാബയുടെ കുട്ടികളും പവിത്രത പാലിക്കുന്നവരാണ്. അഥവാ മഹാബ്രഹ്മചര്യ വ്രതം പക്ക നല്ല ശക്തമായിട്ട് പാലിക്കുന്നവർ തന്നെയാണ്. करेक्ट है ना? करेक्ट है. ശരിയല്ലേ? अभी के समय अनुसार बाबा ने कई अव्यक्त मूल्यों में पवित्रता के डेफिनेशन को और भी सूक्ष्म किया है. ഇപ്പോഴത്തെ ഈ സമയങ്ങളിൽ ബാബ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പവിത്രത എന്താണ്, അപ്പോൾ പവിത്രതയുടെ ഈ ധാരണയെ ബാബ വളരെയധികം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. तो अभी तो बाबा का डेफिनेशन है, अगर हमको व्यर्थ संकल्प चला तो भी अपवित्रता है. അപ്പോൾ പവിത്രതയുടെ വ്യാഖ്യാനം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു വ്യർത്ഥ ചിന്ത വന്നാൽ പോലും അതും അപവിത്രത തന്നെയാണ്. तो अभी हमारे में कितना % पवित्रता है അങ്ങനെ वो हमको चेक करना है. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്ര ശതമാനം പവിത്രതയുണ്ട് അത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. तो बाबा ने जैसे मैंने परचिंतन की बात बोली, ऐसे कोई भी, जैसे कई बार हमको बचपन के दिनों की याद आती है सभी को. ബാബ പവിത്രതയെ പറ്റി പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ എല്ലാവർക്കും? याद आता है. क्या क्या बातें याद आती है? എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്കാലത്തെ ഓർമ്മ വരാറുള്ളത്? हाँ देखो, कभी मेरे को याद आता है मेरे स्कूल में मेरे टीचर ने पनिशमेंट दे करके मुझे सबके सामने खड़ा करके मुझे बहुत डांटा. ये मेमोरी अच्छा है. ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരികയാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചർ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എല്ലാവരുടെ മുന്നേ വെച്ച് നല്ല ചീത്ത പറഞ്ഞ് നല്ല അടി വെച്ച് തന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തും കുറേ നേരം. അങ്ങനെയൊക്കെ ഓർക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണോ? ऐसा याद आना चाहिए. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മ വരണോ? नहीं. हाँ, जो अच्छी बातें हैं. हम मुनार गए, तेकड़ी गए, ओके, हम कोवलम बीच में गए, हम मधुबन गए, हम बाबा से मिले, हाँ, हम हैप्पी विलेज आए, ओके. ये सब बातें हमको याद आएगी तो हमको खुशी मिलेगी. നമ്മൾ മധുബനിൽ പോയി, അല്ലെങ്കിൽ കോവളത്ത് പോയി, അല്ലെങ്കിൽ മൂന്നാറിൽ പോയി, തേക്കടിയിൽ പോയി, മദ്രാസിൽ ഹാപ്പി വില്ലേജിൽ വട്ടിക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് നല്ല കാര്യമാണ്. लेकिन जो बातें हमको दुख देती है, अशांति महसूस कराती है, वो बातें हमको याद नहीं आनी चाहिए. उसके लिए क्या करना चाहिए? ഏത് കാര്യമാണോ നമുക്ക് ദുഃഖം തരുന്നത്, നമുക്ക് അശാന്തി തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഓർമ്മ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഓർമ്മ വന്നാൽ എന്ത് ചെയ്യും? बोलिए, क्या करना चाहिए? എന്താ ചെയ്യേണ്ടത് പറയൂ. हाँ जी, फुल स्टॉप लगाना है. मेमोरी हमारी भरी हुई है, उसमें से कोई भी बात मेमोरी में आ जाती है. पहले मेमोरी को क्लीन करना है. അതിപ്പോൾ എന്താ കുഴപ്പം വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സൂക്ഷിച്ച് വെക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മളുടെ മെമ്മറി വലുതായി. അപ്പോൾ അതിൽ നിന്ന് കുറേ സാധനങ്ങൾ കളയണം, ആവശ്യമില്ലാത്തത് കളയണം. कैसे डिलीट करेंगे, कैसे क्लीन करेंगे? അതിനെ ക്ലീൻ ചെയ്യണം. അതിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ അതിനെ ശുദ്ധമാക്കണം, കഴുകി വൃത്തിയാക്കണം? हाँ, बाबा की याद, साइलेंस पावर. ഒന്ന് ബാബയുടെ ഓർമ്മയിലൂടെ, പിന്നെ ഒന്ന് സൈലൻസിൻ്റെ ശക്തിയിലൂടെ. डिलीट करेंगे तो वो हमको याद ही नहीं आएगी बातें. बार बार बात याद आएगी, फुल स्टॉप लगाएंगे ड्रामा, फिर भी मेमोरी क्लीन नहीं किया तो वो आता ही रहेगा. പല പ്രാവശ്യം നമ്മളിതിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും ഈ മെമ്മറിയുടെ അകത്ത് ഇതുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ഓർമ്മ വരും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? അതിനെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കാണണം, അല്ലെങ്കിൽ അത് പിന്നെയും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ठीक है, कब करेंगे डिलीट? എപ്പോഴാണ് അതിനെ ഡിലീറ്റ് ചെയ്യുക?
हाँ बताइए कब करेंगे? हाँ എപ്പോൾ ഡിലീറ്റ് ചെയ്യും പറയൂ. ऐसे हमारे बुद्धि में कितनी बातें भरी हुई है अनवांटेड. ആവശ്യമില്ലാത്ത അങ്ങനെ അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് നമ്മുടെ ബുദ്ധിയിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. हमारे मन में भी व्यर्थ थॉट्स, नेगेटिव, पता नहीं क्या क्या थॉट्स आते हैं. നമ്മുടെ മനസ്സിലാണെങ്കിലും എത്ര വ്യർത്ഥമായ കാര്യങ്ങൾ, എത്ര നെഗറ്റീവായ കാര്യങ്ങൾ, എത്ര കാര്യങ്ങളാണ് ഉള്ളത്. मैं एक एग्जाम्पल देती हूँ. हाँ डोंट फील बैड. अभी तक भी हमारा अटेंशन दूसरों के ऊपर जाता है. इसने क्या ड्रेस पहना, इसका चप्पल कैसा है, इसका पर्स कैसा है, फिर बाजू वाले घर में क्या हो रहा है, गाड़ी कौन सी है, स्कूटर कौन सा है, ധ്യാൻ ജാതാ ഹൈ യാ नहीं जाता है? നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കേണ്ട. പക്ഷേ ഇപ്പോഴും ഇവരുടെ ഡ്രസ്സ് എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരേത് ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരുടെ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇവർ പുതിയ സ്കൂട്ടർ വാങ്ങിച്ചല്ലോ അത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ലേ എന്ന്. जाता है या नहीं? सच बताइए. സത്യം പറയൂ പോകുന്നുണ്ടോ ഇല്ലേ? देखो बाबा के वीडियो में रिकॉर्डिंग हो रहा है, इसलिए बाबा को सच बोलना है. ബാബയോട് സത്യമേ പറയാവൂ. നിങ്ങൾ എന്ത് ചെയ്താലും അത് ബാബയുടെ വീഡിയോയിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. आता है अटेंशन, जाता है थोड़ा थोड़ा. അറ്റൻഷൻ പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിൽ? दूसरा आजकल अट्रैक्शन मोबाइल. देखो इसका मोबाइल कितना अच्छा है, मेरे को भी ऐसा लेना है. ഇന്നത്തെ കാലത്ത് മൊബൈലിലാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. കണ്ടോ, അവരുടെ കയ്യിൽ നല്ല കൂടിയ മൊബൈലുണ്ട്, എനിക്കും വേണം അങ്ങനത്തെ മൊബൈൽ. अभी ओणम आने वाला है तो सब नया नया लेना है. ഓണം വരാൻ പോവാണ്, അപ്പോൾ എല്ലാം പുതിയത് വാങ്ങണം. ठीक है, am I right? ശരിയാണോ ബഹൻജി പറഞ്ഞത്? ശരിയാണോ? हाँ ओके. अभी इसमें से सब जरूरी नहीं है. ओणम में आपको नया परचेस करना है, भले कीजिए, खुश रहिए, ओके. लेकिन इसके बारे में इतना चिंतन, इतना टाइम, संगम युग का एक एक सेकेंड वैल्यूबल है, इतना टाइम वेस्ट करने की ज़रूरत नहीं है. അതായത് ഓണം വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചോളൂ, അതൊക്കെ ചെയ്തോളൂ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. പക്ഷേ നിങ്ങൾ അതിൻ്റെ പുറകെ സംഗമയുഗത്തിലെ അമൂല്യമായ ഓരോ നിമിഷവും നിങ്ങൾ അങ്ങനെയങ്ങ് കൊടുക്കരുത്, അത് സൂക്ഷിക്കണം. ठीक है, क्योंकि अभी लेट्स गो टू सतयुग. सतयुग में चलेंगे सभी? हाँ ओके. अभी सतयुग में हम हर एक बाबा के बच्चे, सतयुग में जो भी होंगे सब देवी देवताएं होंगी. നമ്മളെല്ലാവരും സത്യയുഗത്തിൽ പോകാൻ പോവാണ്. സത്യയുഗത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ആരായിരിക്കും? ദേവീദേവന്മാരായിരിക്കും അല്ലേ? നമ്മൾ ദേവീദേവന്മാരായിരിക്കും അവിടെ. अच्छा, देवी देवताओं के सिर पर 2 क्राउन होंगे. हाँ, एक राज्य का क्राउन होगा, दूसरा पवित्रता का क्राउन होगा. ദേവീദേവന്മാർക്ക് 2 കിരീടം ഉണ്ടായിരിക്കും, ഒന്ന് രാജ്യ കിരീടം, പിന്നൊന്ന് പവിത്രതയുടെ കിരീടം. पवित्रता का ताज अभी संगम युग पर भी हमको है. പവിത്രതയുടെ കിരീടം നമുക്ക് ഇപ്പോഴും ഉണ്ട് സംഗമയുഗത്തിൽ. है सभी को? है? ഉണ്ടോ എല്ലാവർക്കും? है या नहीं है? പവിത്രതയുടെ കിരീടം ഉണ്ടോ ഇല്ലേ? है. छोटा हो या बड़ा हो, है तो सही ना सबको. ചെറുതോ വലുതോ, പക്ഷെ ഉണ്ടല്ലോ. हाँ, क्योंकि हम इतने वर्षों से बाबा के बच्चे बने हैं, तो हमारे पास कितना योग बल है. हाँ, हमने कितना पवित्रता का बल जमा किया है. കാരണം നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ബാബയുടെ കുട്ടിയായിട്ട് ജീവിക്കുകയാണ് അല്ലേ? എത്ര യോഗബലമുണ്ട്, എത്ര പവിത്രതയുടെ ബലം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. तो है ഉണ്ട്. अभी उसको इंक्रीज करेंगे. ठीक है, ഇപ്പം നമ്മളതിനെ വർദ്ധിപ്പിക്കണം. ओके. अभी सतयुग में हर एक को रहने का एक महल होगा. സത്യയുഗത്തിൽ എല്ലാവർക്കും താമസിക്കാൻ ഒരു കൊട്ടാരം ഉണ്ടായിരിക്കുമല്ലോ.
होगा? हाँ भी नहीं बोल रहे हैं, എന്താ പറയാത്തത്? सोच रहे हैं, पता नहीं होगा ഇല്ലെന്നോ नहीं ഉണ്ടെന്നോ होगा, പറയൂന്ന് मालूम नहीं. ചിന്തിക്കുന്നു. എനിക്ക് സ്വർണ്ണ കൊട്ടാരമൊക്കെ അവിടെ കാണുമെന്തോ, हाँ, അങ്ങനെയാണോ? देखो हम तो अभी नए नए आए हैं, हम तो इतना सेवा भी नहीं किया, हमको महल होगा या नहीं, कहाँ रहेंगे आप? ഞാനിപ്പോൾ പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, ഞാൻ വലിയ സേവനമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അവിടെ കൊട്ടാരം കിട്ടുമോ എന്തോ എന്ന് വിചാരമുണ്ടോ? पक्का है सभी को? जिसको महल मिलेगा पक्का है, हाथ उठाइए. എനിക്ക് കൊട്ടാരം കിട്ടുമെന്ന് പക്കയുള്ളവർ കൈ ഉയർത്താൻ. अभी कईयों ने नहीं उठाया, डाउट है क्या? കുറേ പേര് ഉയർത്തിയില്ല, സംശയമുണ്ടോന്ന്. देखो अगर महल नहीं होगा तो क्या दूसरे के घर में रेंट पर रहेंगे, कहाँ रहेंगे? നിങ്ങളൊക്കെ അവിടെ കൊട്ടാരം സ്വന്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കൊട്ടാരം റെന്റിനെടുക്കുമോ? അവിടെ വാടകയ്ക്ക് എടുത്ത് താമസിക്കുമോ? नहीं. हाँ, അതില്ല. कि ശരി, सभी को होगा कि सभी का महल सोने की ईंटों से बना होगा, उसमें हीरे जवाहरात होंगे, कितना सुंदर नया फर्नीचर, सब कुछ नया, गार्डन नया, सब कुछ नया होगा. എല്ലാം നമുക്ക് അവിടെ സ്വന്തമായിട്ട് കിട്ടും. കൊട്ടാരവും പിന്നെ അവിടെ അതിനകത്തുള്ള എല്ലാ ഫർണിച്ചറും പിന്നെ പുതിയ നല്ല ഉഗ്രം പൂന്തോട്ടവും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് പുതിയത് ഏറ്റവും ഫ്രഷായത് അവിടെ കിട്ടും. ठीक है ना? ठीक है. ओके, अभी सतयुग में एक देवता दूसरे के महल में जाके चेकिंग करेगा, इसके महल में कितने डायमंड्स लगे हुए हैं, फिर मेरे महल में कम है, उसको फीलिंग आएगा कभी? इसका फर्नीचर इतना अच्छा, इसका गार्डन इतना अच्छा, मेरा गार्डन छोटा है. സത്യത്തിലെ ഒരു ദേവത അടുത്ത ദേവതയുടെ കൊട്ടാരത്തിൽ പോയിട്ട് ഇവരുടെ കൊട്ടാരത്തിൽ ഇത്രയും ഡയമണ്ട്സ്, ഇത്രയും രത്നങ്ങൾ, ഇവരുടെ വീട്ടിലെ ഫർണിച്ചർ ഇവരുടെ കൊട്ടാരത്തിലെ ഫർണിച്ചർ കൂടിയതാണ്, ഇവരുടെ പൂന്തോട്ടം വളരെ നല്ലതാണ്, എൻ്റെ പൂന്തോട്ടം ചെറുതാണ്, അങ്ങനെ തോന്നുമോ? नहीं, क्योंकि बाबा ने क्या बोला है, सतयुग में जो भी होंगे सभी खुश होंगे, सभी के पास सब कुछ होगा, मेन बात है संतुष्ट होंगे. അങ്ങനെ ഒരിക്കലും അവിടെ ചെയ്യില്ല. കാരണം സത്യത്തിലുള്ളവരെല്ലാവരും എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുന്നവരും തൃപ്തരും ആയിരിക്കും. അവർക്ക് എല്ലാം ഉണ്ടായിരിക്കും, ചിലപ്പം കൂടുതലും കുറവാണെങ്കിൽ അവർ നല്ല തൃപ്തരായിരിക്കും, സന്തോഷമായിരിക്കും. तो सतयुग में नो कंपैरिजन, ऐसा संगम युग पर नो कंपैरिजन. സത്യയുഗത്തിൽ എന്തില്ല, ഈ താരതമ്യം ചെയ്യുന്നതില്ല. അതേപോലെ സംഗമയുഗത്തിലും വേണ്ട, കമ്പാരിസൺ വേണ്ട. വേണോ? വേണ്ട. कभी कभी कंपैरिजन करते हैं ना? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ആ താരതമ്യം ചെയ്യാറില്ലേ, അവർക്ക് കൂടുതൽ എനിക്ക് കുറവ് എന്നൊക്കെ. हाँ? सतयुग में सभी के पास पुष्पक विमान होगा. हाँ? സത്യയുഗത്തിൽ എല്ലാവരുടെയും കയ്യിൽ പുഷ്പക വിമാനം ഉണ്ടായിരിക്കും. होगा या नहीं होगा? ഉണ്ടാകോ ഇല്ലേ? हाँ है. ओके, पुष्पक विमान कैसे चलेगा? അവിടെ എങ്ങനെയാണ് പുഷ്പവിമാനം उसमें ഓടിക്കുന്നത്? पेट्रोल कौन सा पड़ेगा? അവിടെ ഏതാണ് പെട്രോൾ ഒഴിക്കുക? ഏത് പെട്രോൾ? हाँ? प्योर थॉट्स, शुद्ध संकल्प, नो पेट्रोल. हाँ? പെട്രോൾ വേണ്ട, അവിടെ ശുദ്ധ സങ്കല്പങ്ങളാണ് വേണ്ടത്. आप पुष्पक विमान में बैठेंगे, उसको बोलेंगे मुझे मिनी सिस्टर के बंगलों में जाना है, वो पुष्पक विमान ऑटोमेटिकली उधर लेके जाएगा. गूगल मैप की कोई ज़रूरत नहीं है, कोई एक्सीडेंट नहीं होगा. നിങ്ങൾ പുഷ്പവിമാനത്തിൽ കയറിയിരുന്നു, സങ്കല്പിച്ചു ദാ ഇവിടെ സിസ്റ്ററിൻ്റെ മിനി സിസ്റ്ററിൻ്റെ ബംഗ്ലാവിൽ പോകണം, അവിടെ യാതൊരു തരത്തിലും പിന്നെ പെട്രോൾ ഒഴിക്കേണ്ട, പിന്നെ ആക്സിഡൻ്റ് ഉണ്ടാവില്ല, സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരും. गूगल मैप नहीं चाहिए. ഗൂഗിൾ മാപ്പ് വേണ്ട, ലൊക്കേഷൻ മാപ്പ് വേണ്ട. ओके, उसके बीच में वेस्ट थॉट आया तो पुष्पक विमान का क्या हाल होगा? അങ്ങനെ പുഷ്പവിമാനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വ്യർത്ഥ ചിന്ത വന്നു. അപ്പം എന്തായിരിക്കും അവസ്ഥ? हाँ, नीचे आ जाएगी, नीचे क्रैश हो जाएगा. हाँ? താഴോട്ട് വീണ് ക്ലാഷ് ആവും. तो अभी संगम युग में हमको कौन से संकल्प आने चाहिए? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഗമയുഗത്തിൽ ഏത് ചിന്തകളാണ്, സങ്കല്പങ്ങളാണ് വരേണ്ടത്?
शुद्ध संकल्प. ശുദ്ധസങ്കല്പം വരണം. ओके, अभी मुझे फुल डे में 90% शुद्ध संकल्प है. बीच बीच में वेस्ट थॉट, अनवांटेड थॉट आता है तो मेरा विमान नीचे क्रैश हो जाएगा. എനിക്ക് സംഗമയുഗത്തിൽ വളരെ നല്ല ചിന്തകളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും മോശമായ ചിന്തകൾ വന്നു എങ്കിൽ എൻ്റെ വിമാനം താഴെ വീണ് പൊടി പൊടിയാവും. तो अभी क्या पुरुषार्थ करना है? അപ്പം എന്ത് പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ടത്? बोलिए बोलिए बोलिए. എന്ത് പുരുഷാർത്ഥം ചെയ്യണം? പറയൂ. हाँ, सदा शुभ भावना, शुभ कामना. सदा- सबसे पहले अपने लिए शुभ भावना कि मुझे सतयुगी राज्य पद पाना है. അതായത് ശുഭഭാവന, ശുഭകാമനയാണ് വേണ്ടത്. ഏറ്റവും ആദ്യം എന്നെ പ്രതിയുള്ള ശുഭഭാവന വെക്കണം. എനിക്ക് സത്യുഗത്തിൽ രാജ്യപദവി നേടണം. करेक्ट करेक्ट है. हाँ, क्योंकि उस 9 पॉइंट्स प्रॉमिस में एक पॉइंट है, मैं पूज्य देवी हूँ, पूज्य देवता हूँ. याद है आपको? അതായത് ആ 9 പ്രതിജ്ഞയിൽ ഒന്നാണ് ഞാൻ പൂജ്യ ദേവതയാണ്. वो स्वमान अभी क्रिएट करना है. ആ നമ്മളുടെ സ്വമാനം ഇപ്പം വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, സൃഷ്ടിക്കാൻ. सतयुग में जाके पुरुषार्थ करेंगे? സത്യത്തിൽ പോയിട്ട് പുരുഷാർത്ഥം ചെയ്യൂ? नहीं, सब पुरुषार्थ अभी करना है. എല്ലാ വിധത്തിലുള്ള പുരുഷാർത്ഥവും ഇപ്പോഴാണ് ചെയ്യേണ്ടത്. इसीलिए छोटी छोटी बातों पर बहुत अटेंशन देना है. അതിനാൽ ഓരോ ചെറിയ കാര്യത്തിൽ പോലും വളരെ വളരെ ശ്രദ്ധ കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. इसीलिए बाबा ने रक्षाबंधन पर मधुबन से मुरली डिपार्टमेंट ने हमारे लिए कितना पुरुषार्थ किया है. 47 इयर्स की अव्यक्त मुरली में से जिस मुरली में अव्यक्त बाबा ने पवित्रता के बारे में सुनाया है, वो मुरली ढूंढा है, उसका डेट्स निकाला है. അപ്പം നമുക്ക് വേണ്ടിയിട്ട് മധുബൻ എത്ര പുരുഷാർത്ഥമാണ് ചെയ്തത്. 47 വർഷത്തെ മുരളികളിൽ ബാബ പവിത്രതയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ മുരളിയെല്ലാം അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തന്നിരിക്കുകയാണ്. फिर वो मुरली फुल मुरली हमको नहीं भेजा है, उन्होंने मेल में हम सभी सेंटर्स को मुरली पॉइंट्स भेजा है. क्योंकि पुरानी मुरली, अव्यक्त मुरली 10 पेजेस भी है, तो 10 पेजेस नहीं भेजा है. वो मुरली में से पवित्रता की बारे में जो बाबा ने बोला है वो पॉइंट्स निकाल करके हमको भेजा है. ആ മുഴുവൻ മുരളിയും നമുക്ക് അയച്ചിട്ടില്ല. ആ മുഴുവൻ മുരളികളും അയക്കുകയാണെങ്കിൽ അത് ഓരോ മുരളിയും 10 പേജുണ്ട്. അപ്പോൾ അതിൽ നിന്നും പവിത്രതയെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം സെലക്ട് ചെയ്ത് അതാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. हम करेंगे इतना मेहनत? അപ്പോൾ അവരത്രയും പരിശ്രമിച്ചു അതിനൊക്കെ സെലക്ട് ചെയ്യാൻ. നിങ്ങൾ അത്രയും ശ്രമിക്കുമോ? करेंगे? हम बोले हम कैसे ढूंढेंगे, हमको कितना टाइम चाहिए, मेरे पास टाइम ही नहीं है. അപ്പം നമ്മളെന്ത് പറയും, ഞാൻ ഇതൊക്കെ എങ്ങനെ പരിശ്രമിച്ച് കണ്ടുപിടിക്കാൻ, എനിക്ക് അതിനൊന്നുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞു കളയും. लेकिन मधुबन वालों ने ऐसा नहीं बोला. सो मधुबन के राजू भाई और वो डिपार्टमेंट वालों ने इतना मेहनत करके हमको वो सब मैटर भेजा है. മധുബൻ നിവാസികൾ, മധുബനിലുള്ള ബായിമാരൊന്നും അങ്ങനെ പറഞ്ഞതേയില്ല. മധുബനിൽ നിന്ന് നമ്മുടെ രാജു ബായിജി അത്രയും പരിശ്രമിച്ച് അതിനെ റെഡിയാക്കി നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി. अभी वो सब हमको पढ़ना है. ഇതെല്ലാം നമ്മൾ ഇനി ഇരുന്ന് പഠിക്കണം. हम पढ़ेंगे या नहीं? പഠിക്കുമോ പഠിക്കില്ലേ? पढ़ेंगे. देखो, पढ़ना माना पढ़ना, समझना, उसको याद रखना, प्रैक्टिकल धारणा में लाना. പഠിക്കുക അർത്ഥം വായിക്കുക, അതിനെ മനസ്സിലാക്കുക, പിന്നെ കർമ്മത്തിലും പെരുമാറ്റത്തിലും അത് ധാരണയിൽ കൊണ്ടുവരണം. അതാണ് പഠിത്തം. तो वो सब हिंदी में आया है.
फिर हमारे यहाँ भाई बहनों ने उसको मलयालम में जो भी मुरलियाँ ट्रांसलेट हुई है उसमें से ढूंढ करके आप सभी के लिए रेडी किया है. അതായത് ആ മധുബനിയിൽ നിന്ന് വന്ന മുരളി ഹിന്ദിയാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മളുടെ അവ്യക്ത മുരളികളിൽ അതുണ്ട്, നമുക്ക് വരുന്നുണ്ടല്ലോ മുരളി. അതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാർ ആ മലയാളം മുരളികളെല്ലാം എടുത്തു കഴിഞ്ഞു. तो रेडी मटेरियल है ना. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് മെറ്റീരിയൽ കിട്ടിയിരിക്കുകയാണ്. हाँ देखो अभी आप सभी आए, बाबा के घर में आए, सभी ने नाश्ता किया. अभी राखी बांधने के बाद सभी को ब्रह्मा भोजन मिलेगा तो सभी खुशी खुशी से खाते हैं ना. ऐसे ज्ञान मुरली की पॉइंट्स हमको रेडी करके दे रहे हैं. हमारा पुरुषार्थ क्या है, उसको अच्छी तरह अटेंशन दे करके स्टडी करना और ऐसे धारण करके बाबा को रिजल्ट देना. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും രക്ഷാബന്ധന് വേണ്ടി വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്ന് കഴിച്ചു. അത് കഴിഞ്ഞത് നിങ്ങൾക്ക് രക്ഷാബന്ധൻ ബാബ കെട്ടിത്തരാൻ പോകുന്നു. അത് കഴിഞ്ഞതാ പിന്നെ നിങ്ങൾ പോയി ബ്രഹ്മഭോജൻ കഴിക്കാൻ പോകുന്നു. ഇതെല്ലാം റെഡി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയല്ലേ. അതേപോലെ റെഡി ആയിട്ട് ഈ ജ്ഞാനത്തിൻ്റെ മുരളിയും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം? കയ്യിൽ കിട്ടിയതിന് ശേഷം അത് നന്നായിട്ട് പഠിക്കണം, ധാരണ ചെയ്യണം. तो सभी अटेंशन देंगे ना. എല്ലാവരും അതിൽ ശ്രദ്ധ കൊടുക്കുമല്ലോ, അറ്റൻഷൻ കൊടുക്കുമല്ലോ. देखो ये मधुबन से बाप दादा का होमवर्क है, स्पेशली अगस्त मास के लिए. ഇത് മധുബനി എന്നുള്ള ബാപ്ദാദയുടെ ഹോംവർക്കാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക മാസത്തേക്ക് വേണ്ടി ബാബ തന്നിരിക്കുന്ന ഹോംവർക്കാണ് ഇത്. तो होमवर्क नहीं करेंगे तो क्लास में अलाउड है आना. ഹോംവർക്ക് ചെയ്തില്ല എങ്കിൽ ക്ലാസ്സിൽ വരുന്നതിന് സമ്മതിക്കുമോ ടീച്ചർ? हाँ नहीं, बाहर ही पनिशमेंट देंगे. പുറത്ത് നിർത്തും, എന്നിട്ട് ശിക്ഷ തരും. तो बाबा ने जो हमको होमवर्क दिया है वो हम करके बाबा को रिजल्ट देंगे. ബാബ നമുക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് നമ്മൾ ചെയ്യും, ചെയ്തിട്ട് ബാബയ്ക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കും. तो आप सभी के लिए हाँ मिनी सिस्टर ने, यहाँ की बहनों ने वो सब मुरली मलयालम का जेरोक्स करके रखा है. तो आप वो लेकर के जाएंगे, अपना नाम लिखेंगे, स्टडी करेंगे. നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സിസ്റ്റേഴ്സ് അതേ ആ 14 മുരളിയാണ്, 14 പവിത്രതയുടെ മുരളിയും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് വാങ്ങാം. അപ്പോൾ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് ആദ്യം അതിൽ എഴുതണം. അത് വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല, നിങ്ങളിരുന്ന് പഠിക്കണം. सभी करेंगे ना. जो करेंगे वो हाथ उठाइए. ആരൊക്കെ അത് ചെയ്യുമോ അവർ കൈ ഉയർത്തു. हाँ उठाइए. കൈ ഉയർത്ത് എല്ലാവരും. कोई ने नहीं उठाया, वो नहीं करेंगे. എന്നിട്ട് ചിലർ ഇതിൽ നിന്ന് കൈ ഉയർത്തിയിട്ടില്ല. എന്താണ്? നിങ്ങൾ പഠിക്കില്ലേ, ചെയ്യില്ലേ? पढ़ेंगे या नहीं पढ़ेंगे? പഠിക്കുവോ പഠിക്കില്ലേ? जिन्होंने हाथ नहीं उठाया वो अभी उठावे. ആരാണോ ഇതുവരെ കൈ ഉയർത്താത്തത് അവർ കൈ ഉയർത്തു. क्यों नहीं करेंगे? ഒരു ബ്രദർ അതിൽ കൈ ഉയർത്തി. എന്താ ഉയർത്താഞ്ഞത്? देखो बाबा का हम बच्चों से कितना प्यार है. ബാബയ്ക്ക് നമ്മൾ കുട്ടികളോട് എന്തു സ്നേഹമാണുള്ളത്. तो बाबा हमारे लिए मधुबन की तरफ से इतनी मेहनत कर रहे हैं. ബാബ നമുക്ക് വേണ്ടി മധുബന്റെ ഭാഗത്ത് നിന്നും എന്തുമാത്രം പരിശ്രമിക്കുന്നു. तो उन सभी को थैंक्स देना चाहिए ना. അവർക്ക് എല്ലാവർക്കും നിങ്ങൾ താങ്ക്സ് പറയണ്ടേ? हाँ कैसे थैंक्स देंगे? धारण करके बाबा को रिटर्न देंगे. എങ്ങനെ താങ്ക്സ് കൊടുക്കും? നിങ്ങൾ ധാരണ ചെയ്യണം. ധാരണ ചെയ്തിട്ടാണ് നിങ്ങൾ അതിന് റിട്ടേൺ കൊടുക്കേണ്ടത്. तो ऐसा दृढ़ संकल्प रख के बाबा से हम राखी बंधवाएंगे. അങ്ങനെ ദൃഢസങ്കല്പം എടുത്ത് ബാബയെ കൊണ്ട് രാഖി നമുക്ക് കെട്ടിച്ച് തരും. और मधुबन से एक दो बातों का और टाइम टू टाइम इशारा मिलता है. तो जितना हो सके योग बल जमा करना है.
അതായത് മധുബനിയിൽ നിന്ന് നമുക്ക് സമയം ഓരോരോ സമയത്തിനനുസരിച്ച് നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിർദ്ദേശം ഇതാണ്, ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ യോഗബലം കൂട്ടണം. अभी आप सभी ने स्पेशल योग किया ना. देखो वायनाड के नेचुरल डिजास्टर में कितनी आत्माओं ने शरीर छोड़ा, अभी भी कितनी आत्माएं दुखी अशांत है. तो उन सभी के लिए हमने योग किया ना. വയനാട്ടിലെ എന്ത് വലിയൊരു ഇതാണ്, പ്രകൃതിക്ഷോഭമാണ് നടന്നത്. എത്ര പേര് അതിൽ ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ നമ്മളിന്ന് 9:30 തൊട്ട് 10 വരെ ചെയ്തത് ആ ആത്മാക്കൾക്ക് ശാന്തി സമാധാനം കൊടുക്കുന്ന യോഗമാണ് ചെയ്തത്. അപ്പോൾ എത്ര ഭയങ്കര പ്രശ്നമാണ് നടന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? യോഗദാനം കൊടുക്കുക. ऐसे सारे विश्व में, हाँ इनफैक्ट सारे भारत में, जम्मू कश्मीर में, पंजाब में, हिमाचल प्रदेश में, उत्तरांचल में, राजस्थान में, सब जगह पर बहुत बारिशें और लैंडस्लाइड्स हो रही हैं. അതായത് ഇപ്പം മുഴുവൻ ലോകത്തിലും മാത്രമല്ല ഭാരതത്തിലും വളരെ പ്രധാനമായിട്ട് ഈ എന്താ ഇതിനെ പറയുക, ലാൻഡ് സ്ലൈഡിനെ പിന്നെ ഉരുൾപൊട്ടൽ എന്തുമാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ഇത്രയും സ്ഥലത്ത് ജമ്മു കാശ്മീരിലും ഉത്തരാഞ്ചലിലും പഞ്ചാബിലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ വർഷം കഷ്ടം ഉണ്ടായത് കേരളത്തിലാണ്. ബംഗ്ലാദേശ് में क्या हो रहा है? ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങളത് കേട്ടായിരുന്നു? हाँ अमेरिका में क्या हो रहा है? हाँ അമേരിക്കയിൽ എന്താ, എല്ലായിടത്തും ഭയങ്കര മഴയാണ്. हाँ फायर भी हो रही है, फॉरेस्ट फायर. अमेरिका में कई जगह, ऑस्ट्रेलिया में फॉरेस्ट फायर हो रही है. ഓസ്ട്രേലിയയിൽ പല സ്ഥലത്ത്, അമേരിക്കയിലെല്ലാം പല സ്ഥലത്തും തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാടുകൾ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. तो चारों तरफ का वातावरण, हाँ वर्ल्ड वॉर भी हो रही है, और भी एक वॉर हो रही है. एक वॉर 3 साल से चल रही है, एक 2 साल से, एक लास्ट ईयर, एक अभी स्टार्ट हो गई. 4 वर्ल्ड वॉर चल रही है. അതായത് ഇപ്പോൾ മുഴുവൻ ലോകത്തിലായിട്ട് 4 ശരിക്കും ലോക യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രയുദ്ധങ്ങൾ. ഒരു യുദ്ധം 4 വർഷമായിട്ട് നടക്കുകയാണ്, ഒരു യുദ്ധം 2 വർഷമായിട്ട് നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുക. ബാബ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. हमको कोई चिंता नहीं करनी है. हमको उन सभी आत्माओं को पीस हाउस बनके ശാന്തി के വൈബ്രേഷൻസ് देने हैं. നമ്മളൊരു കാരണവശാലും നമ്മൾ ഭയപ്പെടാനോ ദുഃഖിക്കാനോ നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ കൊണ്ടുവരുന്നത്, നമ്മളൊരു പീസ് ഹൗസായിട്ട് മാറണം, ഒരു ശാന്തി നിലയമായി മാറി അവർക്കെല്ലാം ശാന്തിയുടെ കിരണങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. इसके लिए हम रोज मनसा सेवा करते हैं. അതിനുവേണ്ടി ദിവസവും മനസാ സേവ ചെയ്യുന്നുണ്ടോ? कौन कौन करते हैं? ആരെല്ലാം മനസാ സേവ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അമൃതവേളയിലൊക്കെ? बहुत अच्छा, हाँ बहुत अच्छा. उसके लिए अभी टाइम इंक्रीज करना है थोड़ा. കുറച്ച് കൂടുതൽ സമയം ചെയ്യണം, കുറച്ചും കൂടെ കൂടുതൽ സമയം ചെയ്യണം. क्योंकि जितना अशांति प्रॉब्लम्स इंक्रीज हो रहे हैं, उतना बहुत आत्माएं अशांत है. मेरी सेफ्टी के लिए भी मुझसे मनसा सेवा करनी है. അതായത് ആളുകൾ വളരെ അശാന്തമാണ്. അപ്പോൾ അതിനു വേണ്ടിയും ഞാൻ യോഗദാനം കൊടുക്കണം, സകാശ് കൊടുക്കണം. പിന്നെ അതുമാത്രമല്ല, എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഞാൻ എന്ത് ചെയ്യണം? സകാശ് കൊടുക്കണം. बाबा के सेंटर्स के लिए, गीता पाठशाला के लिए, आपके घर के लिए आपको पावरफुल बनाना है. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ബാബയുടെ സെൻറ്റേഴ്സ് ബാബയുടെ സെൻറ്റേഴ്സിനെ, പാഠശാലകളെ എല്ലാം നമ്മൾ നല്ല ശക്തി നിറഞ്ഞ വായുമണ്ഡലം ഉള്ളതാക്കി മാറ്റണം.
तो हम जब बाबा के घर में आते हैं, कोई भी सेंटर पर जाते हैं, वहाँ आपस में कोई भी बातें नहीं करनी है. നമ്മളെല്ലാവരും ഇപ്പോൾ സെൻറ്ററിൽ വരുമ്പോഴൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പരസ്പരം ഒന്നും സംസാരിക്കാനൊന്നും പാടില്ല. ओनली ज्ञान योग बस. ജ്ഞാനത്തെപ്പറ്റി സംസാരിക്കാം, യോഗത്തെപ്പറ്റി, അല്ലെങ്കിൽ ജ്ഞാനം കേൾക്കുക, യോഗം ചെയ്യുക, അതല്ലാതെ വേറൊന്നും വേണ്ട. बाकी आपको जो बात करना है आप घर जा कर के बात कीजिए. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി സംസാരിച്ചോളാം. സെൻറ്ററിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കണം. सेंटर का वातावरण प्योर रखना है ना. സെൻറ്ററിൻ്റെ അന്തരീക്ഷത്തിനെ നല്ല ശുദ്ധമാക്കി വെക്കണ്ടേ? हम सभी का सहयोग इसमें चाहिए. നിങ്ങളുടെ എല്ലാവരുടെയും സഹയോഗം അതിനാവശ്യമാണ്. क्योंकि अभी आने वाला टाइम और भी डिफिकल्ट आता जाएगा. नो प्रॉब्लम, हमारे साथ बाबा है, हम बाबा की छत्र छाया में है. मुझे कोई डिफिकल्टी नहीं है. ഇനി വരാൻ പോകുന്ന സമയം വളരെ ആപത്ത് നിറഞ്ഞതായിരിക്കും, ഭയങ്കര പ്രയാസങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞതായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ശരിയാക്കിയെടുക്കണം. എനിക്ക് യാതൊരു തരത്തിലും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ അവസ്ഥ കൂട്ടണം. ऐसा करेंगे ना सभी? എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ? सभी करेंगे. हाँ, तो रक्षाबंधन मना अपने आप ही प्रोटेक्शन करना है. नेगेटिव वाइब्रेशन से पहले मुझे प्रोटेक्ट करना है. मोबाइल फ़ोन में भी अनवांटेड बहुत कुछ आता है, वो मुझे नहीं देखना है. രക്ഷാബന്ധൻ എന്ന് വെച്ച അർത്ഥം എന്താണ്? എൻ്റെ പ്രൊട്ടക്ഷൻ, എൻ്റെ സുരക്ഷ, എൻ്റെ സുരക്ഷിതത്വമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അടുത്തത്, മൊബൈലിൽ പോലും ആവശ്യമില്ലാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഞാൻ നോക്കാൻ പാടില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ കയറി വരും. आजकल क्या है, मोबाइल का अट्रैक्शन मैं नहीं देख रही हूँ, लेकिन मिनी सिस्टर देख रही है, तो मैं भी उनके मोबाइल में देखती हूँ. അതായത് ഉദാഹരണം പറയാണ്, മൊബൈൽ ഞാൻ നോക്കാറില്ല, പക്ഷേ ഇവിടെ അടുത്തിരിക്കുന്ന ആൾ സിസ്റ്റർ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അതിൽ നോക്കും. ഇവരെന്താ നോക്കുന്നത്, അത് നോക്കും. फिर उनसे पूछे ये क्या देख रहे हैं, ये कैसे, मेरे को भी देखना है, मुझे भी ये ऐप डाउनलोड करना है. तो उसमें कुछ न कुछ माया ऐड हो जाती है. അപ്പോൾ പറയും, നിങ്ങൾ ഈ നോക്കുന്നത് എവിടെ നിന്നാണ് കിട്ടിയത്, ആ ആപ്പ് എൻ്റെ ഫോണിലും കൂടെ ഡൗൺലോഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ച്, ഇതാണ് ഇപ്പം നടക്കുന്ന മായ. इसलिए संग से बहुत अटेंशन देना है. എൻ്റെ ബാബ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകെട്ട് വളരെ സൂക്ഷിക്കണം. बस और कुछ नहीं. मुझे दादी जानकी का स्लोगन क्या था, मैं कौन हूँ, मैं किसकी हूँ, मुझे क्या करना है. ദാദിജിയുടെ ആ മഹാവാക്യം ഓർമ്മിച്ചാൽ മതി. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. बस है ना, അത്തരം ചിന്തിച്ചാൽ പോരെ? बस है ना, और कुछ नहीं करना है. അത് മതിയല്ലോ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. तभी हम बाबा को रिटर्न दे सकेंगे. എങ്കിൽ എനിക്ക് ബാബയ്ക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും, തിരിച്ച് പകരം കൊടുക്കാൻ പറ്റും. अच्छा, ओम शांति. सभी को रक्षाबंधन की मुबारक हो, मुबारक हो. രക്ഷാബന്ധൻ്റെ ആശംസകൾ എല്ലാവർക്കും. നല്ലോണം കൈയടിച്ചോ? മൊത്തം അതായത് അടുത്ത മാസം 10-ാം തീയതി, സെപ്റ്റംബർ 10-ാം തീയതി കട്ടപ്പന നമ്മുടെ ബ്രാഞ്ചിൻ്റെ ബാബയുടെ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഒരു ഫാമിലി, അവരില്ല ഇവിടെ, ആ ബായി ഇന്ന് വന്നിട്ടില്ല. വട്ടിയൂർക്കാവ് അശോകം ബായി വട്ടിയൂർക്കാവിലെ പാഠശാല നടത്തുകയാണ്. ഇവിടുത്തെ ഫാമിലിയാണ്. അവർ കട്ടപ്പന സ്ഥലം വാങ്ങിച്ച് ആ ഒരൊറ്റ ഫാമിലിയുടെ സ്വത്ത് കൊണ്ട് ബാബയ്ക്ക് ഒരു വലിയ കെട്ടിടം പണിതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് പോണോ വേണ്ടേ? ആ കെട്ടിടം കാണണ്ടേ? ഈ ഒരു അവസരത്തിലല്ലേ കാണൂ, അല്ലാതെ നമ്മളെപ്പോൾ പോവാനാ അല്ലേ? ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് വണ്ടികൾ അറേഞ്ച് ചെയ്ത് നമ്മൾ പോകുകയാണെങ്കിൽ 2 ദിവസത്തെ യാത്രയായിരിക്കും, പക്ഷേ പോകണം. അത് വളരെ വലിയൊരു പ്രോഗ്രാമാണ്. ഒരു മിനിസ്റ്ററാണ് അതിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് ആ പ്രോഗ്രാമിന്. एक्चुअली हमारे यज्ञ की एडिशनल एडमिनिस्ट्रेटिव हेड
ब्रह्मा कुमारी जयंती बेंजी तमिलनाडु में आने वाली है. അതായത് നമ്മളുടെ ബ്രഹ്മകുമാരീസ് ഈ ഓർഗനൈസേഷൻ്റെ അഡീഷണൽ ചീഫ് ആണ് ജയന്തി ദീദി. ജയന്തി ദീദി തമിഴ്നാട്ടിൽ വരാൻ പോവുകയാണ്. सो करूर डिस्ट्रिक्ट है तमिलनाडु में, वहाँ बाबा का भवन बना है. उसके उद्घाटन के लिए नवंबर 10 को करूर आने वाली है. തമിഴ്നാട്ടിൽ കരൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അതൊരു വലിയ ബിസിനസ് ഏരിയ ആണ്. അവിടെ ബാബയുടെ വലിയൊരു വീട് കേന്ദ്രം റെഡി ആയിട്ടുണ്ട്, ബാബയുടെ ഒരു ഭവനം. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ജയന്തി ദീദി വരുന്നത്. सो वहाँ से शारदा बहन ने आप सभी को हार्दिक निमंत्रण दिया है. അവിടെ ശാരദ സിസ്റ്ററാണ്. ആ സിസ്റ്റർ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാൻ, കരൂർ. सभी आएंगे ना? हाँ, फिर वो डिटेल आपको बाद में सुनाएंगे. എല്ലാവരും വരുമല്ലോ, അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. എല്ലാവരും നമ്മുടെ ബഹൻജി പറയാണ്, എല്ലാവരും എഴുതിയത് പകുതിയാക്കി വെച്ചത് മുഴുവനാക്കാൻ. പകുതിയാക്കി വെച്ചത് മുഴുവനാക്കി. ഇപ്പം എല്ലാവരും മുഴുവനായിട്ട് എഴുതിയവർ ആരുണ്ട്? എഴുതിയോ? ആഹാ, ബാക്കിയുള്ളവർ പെട്ടെന്ന് എഴുതി തീർക്കും. 5 മിനിറ്റ് തരാം.
ഓം ശാന്തി. അതായത് മാതാജിമാർ ആരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു അവരെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. നമ്മൾ അനൗൺസ് ചെയ്യുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ ലൈൻ വരണത്. സിസ്റ്റർ ഒരുപാട് രക്ഷാബന്ധൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ആരും ഇവിടെ വന്ന് തിക്കി തിരക്കാൻ പാടില്ല. ആദ്യം കീർത്തൻ ഭായി ഓസ്ട്രേലിയ, അശോക് ഭായി दिल्ली, ललिता माता दिल्ली. आप तीनों कृपया स्टेज पे आइए. ഇവർ നമ്മളുടെ ഗസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അർജൻറ്റായിട്ട് പോകണം. അതുകൊണ്ടാണ് ഇവരെ പ്രത്യേകം വിളിച്ചത്. അടുത്തത് ഈ വലതുവശത്തിരിക്കുന്ന അമ്മമാർ. വലതുവശത്തിരിക്കുന്ന അമ്മമാരാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത്. വേറെ ആരും എഴുന്നേൽക്കരുത്. വലതുവശത്തിരിക്കുന്ന അമ്മമാർ. അവിടെ നിൽക്കുന്ന സിസ്റ്റർ നിങ്ങൾക്ക് ഡയറക്ഷൻ തരും, അതിനനുസരിച്ച് വരണം. അശോകം ഭായി. ഇനി അവിടെ നിൽക്കുന്നവർ ഓരോരുത്തരായിട്ട് തിക്കി തിരക്കാതെ ഫ്രണ്ടിലേക്ക് വരണേ. ഇപ്പോൾ ആരെയാണോ വിളിച്ചു വരുത്തിയത് അവർ. ഓരോരുത്തരായിട്ട് കയറി വരണേ. കയറി വന്നോളൂ. ബാക്കിലുള്ളവർ കയറരുത്. വേറെ ആരും ഈ വഴിയിലൂടെ കയറരുത്. ഈ സൈഡിൽ നിന്ന് ഇവരെ എഴുന്നേൽപ്പിച്ചത് ഇതുവഴി ബാക്കിയുള്ളവർക്ക് കടന്നു പോകാനായിട്ട് കസേര മാറ്റാൻ വേണ്ടിയിട്ടാണ്. രക്ഷാബന്ധൻ കെട്ടിക്കഴിഞ്ഞവർ ബ്രഹ്മഭോജനം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്.